നമസ്കാരം, എല്ലാവർക്കും കാർഡ്സ് ഓഫ് ഷിതിയിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളെ വേദനിപ്പിച്ചിട്ട് നിങ്ങൾ ഉപേക്ഷിച്ച് പോയ ആ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് ഇതാണ്. ബോട്ടം ഓഫ് ദ ഡിക്ക് തന്നെ കിട്ടിയിരിക്കുന്നത് ഡെവിളാണ്. അവർ ആന്തരികമായിട്ട് ഇപ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ തിരഞ്ഞെടുപ്പുകൾ ലൈഫിൽ അവർ ചെയ്തു കൂട്ടിയതെല്ലാം തെറ്റായിരുന്നു എന്നുള്ള മനസ്സിലാക്കൽ അവർക്കിപ്പോൾ സാധിക്കുന്നുണ്ട്, മനസ്സിലാക്കാൻ അവർക്കിപ്പോൾ സാധിക്കുന്നുണ്ട്. അവർ വല്ലാത്ത അഡിക്ഷനിലൂടെ ഇപ്പോൾ കടന്നു പോകുന്നുണ്ട്. അവരുടെ ലൈഫിൽ ഒരു മോശം സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ മാനസികമായിട്ടും ശാരീരികമായിട്ടൊക്കെ വളരെയധികം മോശാവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്നുകിൽ പലവിധ ലഹരിയിലോ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ അഡിക്ഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഉപദ്രവങ്ങളൊക്കെ ഉണ്ടായിരിക്കാം, ഒരു സ്വഭാവ ദൂഷ്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഒരു സാഹചര്യം കാണാനായിട്ടും സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള എനർജി ഈ വ്യക്തിയെ ഇപ്പോൾ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ടെന്നാണ് ഡെവിൾ കാർഡ് പറയുന്നത്. നല്ല ഒരു നെഗറ്റീവ് എനർജിയാണ് ഇപ്പോൾ ആ വ്യക്തിയിൽ ഇപ്പോൾ ഉള്ളത്. ഓൾമോസ്റ്റ് ഇപ്പോൾ ആ വ്യക്തിയിലുള്ളത് ഒരു നല്ല നെഗറ്റീവ് എനർജിയാണ്. ഫസ്റ്റ് കാർഡ് നമുക്ക് കിട്ടിയിരിക്കുന്നത് 4 ഓഫ് കപ്പാണ്. ഇപ്പോൾ അവർ മനസ്സിലാക്കുന്നുണ്ട് അവർക്ക് യൂണിവേഴ്സ് കൊടുത്ത ഏറ്റവും നല്ലൊരു ഗിഫ്റ്റായിരുന്നു നിങ്ങളുടെ സ്നേഹം എന്ന് ഇപ്പോൾ അവർ മനസ്സിലാക്കുന്നുണ്ട്. അവർ ആ നഷ്ടപ്പെട്ട നിങ്ങളുടെ ആ സ്നേഹം നഷ്ടപ്പെട്ടത് ആലോചിച്ചിട്ട് ഇപ്പോൾ വിഷമിച്ചിരിക്കുന്നുണ്ട്. മറ്റു ഓഫറൊന്നും അവർക്ക് കാണാൻ സാധിക്കുന്നില്ല. അവർ ആ കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചിട്ട് വളരെയധികം വേദനയോടെയാണ് ഇരിക്കുന്നത്. നഷ്ടപ്പെടുത്തി എന്നുള്ള ആ ഒരു കുറ്റബോധം അവരിലുണ്ട്. അവരുടെ ലൈഫിൽ നല്ല കാര്യങ്ങളെ അവർ തകർത്ത് കളഞ്ഞു എന്ന് തന്നെയാണ് അവരിപ്പോൾ വിശ്വസിക്കുന്നത്. അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന സന്തോഷങ്ങളെ അല്ലെങ്കിൽ സത്യമായ കാര്യങ്ങളെ ഒരു തെറ്റായ തീരുമാനത്തിലൂടെ എല്ലാം നഷ്ടപ്പെടുത്തി കളഞ്ഞു എന്ന് അവരിപ്പോൾ വിശ്വസിക്കുന്നുണ്ട്. അവർ കരുതുന്നത് അവർ ജീവിതത്തിൽ വളരെയധികം സന്തോഷവും സമാധാനവും അല്ലെങ്കിൽ ഒരു എല്ലാം നേടാൻ സാധിച്ചിരുന്ന ഒരു കാലഘട്ടം നിങ്ങളോടൊപ്പം ഉള്ള സമയത്തായിരുന്നു എന്നും അതൊരു വളരെ സന്തോഷകരമായൊരു ജീവിതമായിരുന്നു എന്നും ഇപ്പോഴാണ് അവർ തിരിച്ചറിയാൻ അവർക്ക് സാധിച്ചിട്ടുള്ളത്. നിങ്ങളോടൊപ്പമുള്ള സ്നേഹ സമയത്താണ് അവർ എല്ലാം കൊണ്ടും ഒരു ഉയർച്ചയിൽ അല്ലെങ്കിൽ അവർ മാനസികമായിട്ടും ശാരീരികമായിട്ടും എല്ലാം സമൂഹത്തിലൊക്കെ അവർക്ക് ഒരു നല്ല രീതിയിലുള്ള ഒരു ജീവിതം ഉണ്ടായിരുന്നു നിങ്ങളോടൊപ്പമാണെന്ന് അവരിപ്പോൾ വിശ്വസിക്കുന്നുണ്ട്. മജീഷ്യൻ കാർഡ് പറയുന്നതാണ് അവർ മറ്റുള്ളവരെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് നടക്കുന്നു എന്ന് മാത്രം. ഇപ്പോഴും അവർ മറ്റുള്ളവരോട് കള്ളങ്ങൾ പറഞ്ഞാണ് നടക്കുന്നത്. ഒരു മാനിപ്പുലേഷൻ ഒരു അവരുടെ ഭാഗത്ത് നിന്നിട്ട് ഇപ്പോഴും ഉണ്ട്. അവരുടെ ഉള്ളിൽ അവർ കുറ്റബോധവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും പുറമെ അവർ പറയുന്നത് ഇപ്പോഴാണ് ഏറ്റവും ഹാപ്പി എന്നുള്ള രീതിയിൽ മറ്റുള്ളവരെ ബോധിപ്പിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ആ വ്യക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ നഷ്ടപ്പെടുത്തി എന്നുള്ള ഒരു ഇത് മറ്റുള്ളവർ കുറ്റപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ഇപ്പോൾ വളരെ നല്ല സന്തോഷവാനാണ് അല്ലെങ്കിൽ സന്തോഷവതിയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാട്ടിക്കൂട്ടലുകൾ മാത്രമാണ് ഇപ്പോൾ ആ വ്യക്തി നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ചീറ്റ് ചെയ്ത് പോയാൽ ഇപ്പോൾ ആ വ്യക്തി വളരെയധികം വിഷമമുണ്ട്. 8 ഓഫ് കപ്സ് നിങ്ങളെ തിരിഞ്ഞു നോക്കാതെ സ്വന്തം പാതയിലൂടെ സ്വന്തം ഇഷ്ടപ്രകാരം നീങ്ങിപ്പോയ അവർക്ക് ഇപ്പോൾ നല്ലൊരു കുറ്റബോധം തോന്നുന്നുണ്ട്. അവർ നിങ്ങളെ തിരിഞ്ഞു നോക്കാതെ പോയതാണ്. ഇപ്പോഴാണ് ആ വ്യക്തി മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് ഒരു നീതി തരണമായിരുന്നു എന്ന്. ജസ്റ്റിസ് കാർഡ് പറയുന്നതാണ്. നിങ്ങൾക്കൊരു നീതി തരണമായിരുന്നു എന്ന് ആ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു തുല്യതയൊക്കെ തന്നിരുന്ന നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നല്ല രീതിയിൽ പോകേണ്ടതായിരുന്നു. നിങ്ങൾ വളരെ നല്ല ആത്മാർത്ഥമായ സ്നേഹമുള്ള വ്യക്തിയായിരുന്നു, നിറയെ സ്നേഹമുള്ള ഒരു വ്യക്തിയായിരുന്നു എന്നും ആ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. 9 ഓഫ് കപ്സ് പറയുന്നത്. ഇപ്പോൾ ആ വ്യക്തി വളരെയധികം ചിന്തിക്കുന്നുണ്ട് നിങ്ങളെ വേദനിപ്പിച്ച് പോയതിനെ കുറിച്ച് ഓർത്ത്. ആ വ്യക്തി വിജയിച്ചു എന്നുള്ള ഒരു അഹങ്കാരത്തിൽ 5 ഓഫ് സോർഡ്സ് അതാണ് പറയുന്നത്. നിങ്ങളെ വേദനിപ്പിച്ച് വളരെയധികം സന്തോഷം നേടി എന്ന് ആ വ്യക്തി കരുതിയിട്ടാണ് പോയത്. ഇപ്പോൾ ആ വ്യക്തി അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. താൻ എന്ത് നേടി എന്ന് ആ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്. എന്ത് നേടാനായിരുന്നു താൻ ഇതൊക്കെ കാണിച്ചത്, എന്തിനായിരുന്നു താൻ ഇതൊക്കെ ചെയ്തത് എന്നുള്ള ആ ഒരു ചിന്തകൾ ഇപ്പോൾ ആ വ്യക്തിയുടെ ഉള്ളിൽ വരുന്നുണ്ട്. ഇപ്പോൾ ജീവിതം തന്നെ ഒരു വലിയ ഭാരമായിട്ട് ഒരു എടുത്താൽ പോകാത്ത ഇത്രയും വലിയ ഭാരമായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ബുദ്ധിമുട്ടി തന്നെയാണ് ആ വ്യക്തി ഇപ്പോൾ മുന്നോട്ട് പോകുന്നതെന്ന് 10 ഓഫ് വാൺസ് പറയുന്നത് അതാണ്. അവർക്കിപ്പോൾ ജീവിതത്തിൽ വളരെ ക്ലേശങ്ങൾ അനുഭവിക്കുന്നുണ്ട്. രാത്രിയിൽ ഉറക്കമില്ലാത്ത ഒരു അവസ്ഥയുണ്ട്. ഒരു ആൻസൈറ്റിയിലൂടെയൊക്കെയാണ് അവർ കടന്നു പോകുന്നത്. ഉറങ്ങാൻ വേണ്ടി അവർ മറ്റു പലതും മറ്റു ലഹരികളെയൊക്കെ അഭയം പ്രാപിക്കേണ്ട അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ ആ വ്യക്തി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഉറക്കമില്ലാതെ നിങ്ങളോട് ചെയ്തു പോയ ആ വലിയ തെറ്റ് അല്ലെങ്കിൽ നിങ്ങളെ ചതിച്ചു പോയത് ഉപേക്ഷിച്ചു പോയതിനൊക്കെ വളരെയധികം വേദന അവരിപ്പോൾ അനുഭവിക്കുന്നുണ്ട്. അവർ മറ്റൊരു രീതിയിലേക്കാണ് നിങ്ങളെ ചതിച്ചും വഞ്ചിച്ചുമാണ് ആ വ്യക്തി ഇപ്പോൾ നിങ്ങളിൽ നിന്നിട്ട് മൂവ് ഓൺ ചെയ്ത് പോയിട്ടുള്ളത്.
നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ നിങ്ങൾക്ക് നല്ലൊരു അടി തന്നിട്ടാണ് ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ നിന്നിട്ട് പോയിട്ടുള്ളത്. അത് 7 ഓഫ് സോർട്സ് പറയുന്നത് വലിയൊരു ചീറ്റിംഗ് ആണ് നിങ്ങളോട് ആ വ്യക്തി ചെയ്തെന്നുള്ള പൂർണ്ണ ബോധ്യം ആ വ്യക്തിയെ ഉറക്കം കെടുത്തുന്നു. ആ വ്യക്തിയുടെ ഉള്ളിൽ പുറമെ എന്ത് കാണിച്ചാലും ഉള്ളിൻ്റെ ഉള്ളിൽ ആ വ്യക്തി വളരെയധികം ഡിപ്രസ്ഡ് ആണ്, വളരെയധികം വേദനയുണ്ട്. വേദന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി ഒരിക്കലും വേദന പുറമെ കാണിക്കില്ല, എന്നാലും അത് ചെയ്തു പോയല്ലോ എന്നുള്ള ആ ഒരു കുറ്റബോധം സദാ അയാളെ ആ വ്യക്തിയെ ഉറക്കാതെ ഇങ്ങനെ ഒരു വല്ലാത്തൊരവസ്ഥയിലൂടെ കടന്നു പോകുന്നു. ഉറങ്ങാൻ വേണ്ടി മറ്റുള്ള കാര്യങ്ങളെ ആ വ്യക്തി ആശ്രയിക്കുന്നു എന്ന് തന്നെ വേണം പറയാനായിട്ട്. ടവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വലിയ തകർച്ച അവരുടെ ജീവിതത്തിലും സംഭവിച്ചിരിക്കുന്നു. അവർ നിങ്ങൾക്ക് ഒരു തകർച്ച തന്ന പോലെ തന്നെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തകർച്ച തന്ന പോലെ തന്നെ അവർക്ക് അവരുടെ ജീവിതത്തിൽ ഒരു വലിയ തകർച്ച വരാനിരിക്കുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവർ പ്രതീക്ഷിച്ച പോലെയൊന്നും അവരുടെ ജീവിതത്തിൽ ഇനി മുന്നോട്ട് ഒന്നും സംഭവിക്കാതെ വലിയൊരു നിങ്ങൾക്ക് കിട്ടിയ വേദനയേക്കാൾ ഇരട്ടിയിലധികം വേദന ആ വ്യക്തിക്ക് ലഭിക്കാനായിട്ട് പോകുന്നു എന്നാണ് ടവർ കാർഡ് പറയുന്നത്. അവർക്ക് മുന്നോട്ട് ഇനി വലിയ ഒരു ഉയർച്ചയോ കാര്യങ്ങളൊന്നും ഇല്ലാതെ ഈ ഒരു രീതിയിൽ തന്നെ അവർ വേദന നിങ്ങളെ അനുഭവിപ്പിച്ച വേദന എന്താണോ അത് അവർക്ക് യൂണിവേഴ്സ് തിരിച്ചു നൽകുന്നു. അവർ വളരെയധികം വേദനയിലൂടെ മുന്നോട്ട് പോകാനായിട്ട് വേണ്ടിയിട്ട് യൂണിവേഴ്സ് അവരെ ശിക്ഷിക്കുന്നുണ്ട് എന്നാൽ തന്നെയാണ് പറയുന്നത്. നിങ്ങൾക്ക് എത്രത്തോളം വേദന തന്നു, നിങ്ങൾ ഈ ലൈഫിൽ ഒരിക്കലും നിങ്ങൾ അനുഭവിച്ചിട്ടില്ലാത്ത വേദന നിങ്ങൾക്ക് ആ വ്യക്തി നൽകി പോയതുകൊണ്ട് ആ വ്യക്തിക്ക് ഇപ്പോൾ വലിയ തിരിച്ചടികൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. യൂണിവേഴ്സ് ഇപ്പോൾ ആ വ്യക്തിയെ നല്ല രീതിയിൽ ആ പാഠങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് അവർക്കിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങളെ വേദനിപ്പിച്ചു പോയ വ്യക്തി ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. താങ്ക് യു.